ഹായ് വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മിസ്. അഡ്മിഷൻ അപ്ഡേറ്റ്സുകൾക്കും എക്സാം അപ്ഡേറ്റ്സുകൾക്കുമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള യൂണിവേഴ്സിറ്റി 2024 ഡിഗ്രി അഡ്മിഷൻ FYUGP ഡിഗ്രി അഡ്മിഷൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് ഇന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. നിലവിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളും ഇനി കിട്ടുന്ന വിദ്യാർത്ഥികളുമെല്ലാം നിർബന്ധമായും പെർമനൻറ്റ് അഡ്മിഷൻ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോളേജിലാണ് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നത് എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റ്, അങ്ങനെ ഇനിയും പ്രൊസീജിയേഴ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റുകളും ഒക്കെ ഇനി വരാനുണ്ട്. അതുകൊണ്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം എന്നുള്ള കാര്യമോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒന്നാമത് തന്നെ ഓപ്ഷൻ വെച്ച കോളേജിലാണ്, അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഇനിയും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇനിയും ചേഞ്ച് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആക്കേണ്ടതാണ്. സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് ഫീസ് പേ ചെയ്ത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒന്നും കൂടി ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതിനി പ്രത്യേകം ഫീസൊന്നും ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണ്, യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ആ ഒരു പ്രൊഫൈൽ ഒന്ന് എഡിറ്റ് ചെയ്താൽ മാത്രം മതിയാകും. അല്ലാണ്ട് നിങ്ങൾ ഇനി പുതിയതായിട്ട് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പിന്നെയും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ 25-ാം തീയതിക്കും 28-ാം തീയതിക്കും ഇടയിലാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സുകളുടെ ഒറിജിനലും അതുപോലെ ഫീസും പേ ചെയ്താണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുള്ളത്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ 1640 രൂപ ജനറൽ കാൻഡിഡേറ്റ്സിനും, SC ST കാൻഡിഡേറ്റ്സിന് 930 രൂപയും, മറ്റ് കാൻഡിഡേറ്റ്സിന് 1850 രൂപയും, SC ST കാൻഡിഡേറ്റ്സിന് 930 രൂപയുമാണ് ഫീസായിട്ട് പേ ചെയ്യേണ്ടത്. പേ ചെയ്ത ശേഷം കോളേജിൽ നേരിട്ട് പോയി 25-ാം തീയതിക്കും 28-ാം തീയതിക്കും ഇടയിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തു എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും TCയും അതുപോലെ ഫീസും റിട്ടേൺ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ നിന്ന് TC വാങ്ങിച്ചിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഏത് കോളേജിലാണോ ലഭിക്കുന്നത് അവിടേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.